യുവാവിനെ മർദ്ദിച്ചുകൊന്ന് ആംബുലൻസിൽ ഉപേക്ഷിച്ചു. കോയമ്പത്തൂർ സ്വദേശി അരുണാണ് കൊല്ലപ്പെട്ടത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിവാദങ്ങൾക്കിടെ പാവറട്ടി പെരിങ്ങാട് പ്രദേശത്ത് കണ്ടലുകൾ വെട്ടിനശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. 20 അടിയിലേറെ ഉയരമുള്ള കണ്ടലുകളാണ് വെട്ടിയിട്ടുള്ളത്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം വീണ്ടും കാട്ടാനയെത്തി. മണിയൻകിണറിൽ കാട്ടാന ചെരിഞ്ഞത് വൈദ്യുതാഘാതമേറ്റാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാതെ ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാത പൊളിച്ചു തുടങ്ങി. ആമ്പല്ലൂർ സെന്റർ മുതൽ വൻ ഗതാഗതക്കുരുക്ക്. നമസ്കാരം. വാർത്തകൾ വിശദമായി. കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ചു കൊന്ന് ആംബുലൻസിൽ ഉപേക്ഷിച്ചു. കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശി 40 വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്ന് അരുണിനെ 4 സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി 11:30യോടെയാണ് സംഭവം. പാലിയേക്കരയിലേക്ക് വിളിച്ചു വരുത്തിയ അരുണിനെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് മർദ്ദിച്ച ശേഷം കയ്പമംഗലത്ത് വെച്ച് ആംബുലൻസ് വിളിച്ചുവരുത്തി ആശുപത്രിയിലേക്ക് വിടുകയായിരുന്നു. പിന്നാലെ എത്താമെന്ന് പറഞ്ഞ സംഘം കടന്നുകളയുകയുമായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അരുൺ മരിച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് കയ്പമംഗലം പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് അരുണിന്റെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. മർദ്ദിച്ച 4 പേരും കണ്ണൂർ സ്വദേശികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. റൈസ് പുള്ളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട 10 ലക്ഷം രൂപ തിരികെ പിടിക്കുന്നതിനായിരുന്നു ആക്രമണം എന്നാണ് പോലീസ് പറയുന്നത്. അരുണിന്റെ മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച ബന്ധുക്കളെത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത് മൃതദേഹം വിട്ടുകൊടുക്കും. ഫോറൻസിക് ഉദ്യോഗസ്ഥർ പടിഞ്ഞാറെ വെമ്പലൂരിലെ വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു. പാവറട്ടി പെരിങ്ങാട് പ്രദേശത്ത് കണ്ടലുകൾ വെട്ടി നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. പെരിങ്ങാട് പുഴ കാടാക്കാനുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കിയതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഉയർന്നു നിൽക്കുന്നതിനിടെയാണ് 20 അടിയിലേറെ ഉയരമുള്ള കണ്ടലുകൾ വെട്ടിയിട്ടുള്ളത്. പ്രദേശത്ത് സ്ഥാപിച്ച വനംവകുപ്പ് ഓഫീസിന് സമീപമാണ് കണ്ടലുകൾ വെട്ടി നശിപ്പിച്ചിട്ടുള്ളത്. പുഴ കാടാക്കുന്ന വനംവകുപ്പിന്റെ നടപടിക്കെതിരെ പ്രദേശവാസികൾ സമരത്തിലാണ്. പുഴ പുറമ്പോക്കിലുള്ള 234.18 ഏക്കർ സ്ഥലമാണ് വനംവകുപ്പ് സംരക്ഷിത വനമാക്കി മാറ്റാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ പ്രദേശം വനംവകുപ്പ് ഏറ്റെടുത്താൽ തദ്ദേശീയർക്ക് ഒട്ടേറെ വിഷമതകൾ അനുഭവിക്കേണ്ടി വരുമെന്നും അതിനാൽ വിജ്ഞാപനം പിൻവലിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കണ്ടൽ സംരക്ഷണത്തിന്റെ പേരിലാണ് വനംവകുപ്പ് പുഴയും പുഴയോരവും ഏറ്റെടുക്കുന്നത്. ഇതിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കണ്ടൽ വെട്ടിയത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പുഴയോര പ്രദേശത്തെ കുറ്റിക്കാടുകളിൽ വിഷപ്പാമ്പുകൾ, മുള്ളൻ പന്നികൾ, കാട്ടുപന്നികൾ, തെരുവ് നായ്ക്കൾ എന്നിവ ഇവിടം താവളമാക്കിയതായും പ്രദേശവാസികൾ പറയുന്നു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം വീണ്ടും കാട്ടാനയെത്തി. സ്റ്റേഷന് മുന്നിലെ തെങ്ങ് പട്ട പറിച്ചു തിന്ന് പോയ കാട്ടാന വീണ്ടും തിരിച്ചെത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഏറെ നേരം നിലയുറപ്പിച്ചു. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തി വാഹനത്തിലെ സൈറൺ മുഴക്കിയാണ് ആനകളെ പിന്തിരിപ്പിച്ചത്. വാണിയമ്പാറ മണിയൻകിണർ ആദിവാസി കോളനിക്ക് സമീപം കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഫെൻസിംഗിന് സമീപത്തായാണ് സമീപവാസികൾ ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഫെൻസിംഗിൽ നിന്നുള്ള വൈദ്യുതി ആഘാതവും വീണപ്പോൾ നെഞ്ചിലേറ്റ ക്ഷതവുമാണ് ആന ചരിയാൻ കാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. ഏകദേശം 40 വയസ്സ് തോന്നിക്കുന്ന പിടിയാനയാണ് ചരിഞ്ഞത്. പീച്ചി വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിരുന്നു. മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാതെ ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാത പൊളിച്ചു തുടങ്ങി. ആമ്പല്ലൂർ സെന്റർ മുതൽ വൻ ഗതാഗതക്കുരുക്ക്. മുന്നറിയിപ്പില്ലാതെ നേരത്തെ പറഞ്ഞിരുന്നതിനേക്കാൾ 2 ദിവസം മുമ്പേ ആമ്പല്ലൂർ സെന്ററിൽ ടാറിട്ട ഭാഗം പൊളിച്ചു തുടങ്ങുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം തടഞ്ഞ് വാഹനങ്ങൾ സർവീസ് റോഡിലെ തിരിച്ചുവിടുകയായിരുന്നു. ഇതോടെ ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്കായി. സർവീസ് റോഡിന്റെ പണി ഇപ്പോഴും ബാക്കി നിൽക്കുന്നതിനിടെയാണ് മുന്നറിയിപ്പൊന്നുമില്ലാതെ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചത്. വ്യാഴാഴ്ച മുതൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ചൊവ്വാഴ്ച തന്നെ പണി തുടങ്ങുകയായിരുന്നു. അവിചാരിതമായി ഗതാഗത നിയന്ത്രണം തുടങ്ങിയതോടെ 100 കണക്കിന് വാഹനങ്ങൾ ദേശീയപാതയിലും സർവീസ് റോഡിലും കുരുങ്ങി വലഞ്ഞു. മുന്നറിയിപ്പില്ലാതെ റോഡ് പണിയും ഗതാഗത നിയന്ത്രണവും ആരംഭിച്ചത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. അടിപ്പാത പൂർത്തിയാക്കാൻ 10 മാസമാണ് ദേശീയപാത അതോറിറ്റി പറയുന്ന കാലാവധി.
കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നട്ട ചെടികൾ മോഷണം പോയതായി പരാതി. ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ചില്ലി ഫ്ലവേഴ്സ് ചമ്പല സ്ഥാപന ഉടമയും ജീവനക്കാരും ചേർന്ന് കുന്നംകുളം നഗരസഭയുടെ നിർദ്ദേശപ്രകാരം നട്ടുപരിപാലിച്ചിരുന്ന ചെടികളാണ് മോഷണം പോയത്. സ്ഥാപനത്തിലെ CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. മോഷ്ടാവ് വില കൂടിയ ചെടികൾ മോഷ്ടിച്ച് മറ്റ് ചെടികൾ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അരിമ്പൂർ പഞ്ചായത്ത് 10ാം വാർഡിലെ വെങ്കിലിപ്പാടത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഭൂമി വിട്ടുകൊടുത്ത ഭൂവുടമയുൾപ്പെടെ 5 പേർക്കെതിരെ അന്തിക്കാട് പോലീസ് കള്ളക്കേസെടുത്തതായി ആക്ഷേപം. ജൂലൈ 30-നുണ്ടായ കനത്ത മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയതോടെ പ്രദേശവാസികൾ വെള്ളമൊഴുകിപ്പോയിരുന്ന ചാല് തുറന്ന് വെള്ളമൊഴുക്കി വിട്ടിരുന്നു. BTRൽ നിലമായി കിടക്കുന്ന 47 സെന്റ് സ്ഥലം അനധികൃതമായി മണ്ണടിച്ച് നികത്തിയപ്പോൾ വെള്ളമൊഴുകിപ്പോയിരുന്ന ചാലുകൾ അടഞ്ഞതാണ് വീടുകളിലേക്ക് വെള്ളം കയറാനിടയാക്കിയത്. ഇത് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് പഞ്ചായത്ത് അധികൃതരും പ്രദേശവാസികളും ആവശ്യമുന്നയിച്ചിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. പ്രദേശവാസികളെ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സ്വന്തം ഭൂമി വിട്ടുകൊടുത്ത അപ്പാട്ട് അജയ്കുമാറിനെ 1ാം പ്രതിയാക്കിയാണ് അന്തിക്കാട് പോലീസ് കേസെടുത്തത്. ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിക്ക് പരാതി നൽകി. അതിക്രമിച്ച് കയറിയെന്ന എതിർകക്ഷിയുടെ പരാതിയിൽ വേണ്ടത്ര അന്വേഷണം നടത്താതെയാണ് പോലീസ് കേസെടുത്തതെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു 55 വീട്ടോളം ഞങ്ങൾ താമസമുണ്ട്. അപ്പോൾ അങ്ങനെ കാലങ്ങളായിട്ട് ഇവിടെ വെള്ളക്കെട്ട് പ്രശ്നങ്ങളാണ്. ഇവിടെ വയസ്സായവരുണ്ട്, സുഖമില്ലാത്ത ആൾക്കാരും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ പല തവണകളായിട്ട് പഞ്ചായത്തു നിന്നും പല രീതിയിൽ അവരവിടെ പോയിട്ട് ഈ സ്വകാര്യ വ്യക്തികൾ അവിടെ മണ്ണിട്ട് നികത്തി വെള്ളക്കെട്ടിനെ തടസ്സപ്പെടുത്തി. അതിനുശേഷം പഞ്ചായത്തു നിന്നും പല രീതിയിൽ ഞങ്ങൾ അവിടെ പോയി അവരായിട്ട് സംസാരിച്ചിട്ടും അതിനൊരു തീരുമാനമാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഏകദേശം ഞങ്ങളിപ്പോൾ ഈ പ്രാവശ്യം അതിനൊക്കെ കൂടുതൽ വെള്ളം വന്നു. പാരലൈസുള്ള ആളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാവരും 2 നിലയുടെ മുകളിൽ കയറിയിരിക്കുകയാണ്. ആ ഒരവസ്ഥ വന്നപ്പോൾ ചില വ്യക്തികൾ അത് നമുക്ക് തുറന്നു തരാമെന്നുള്ള ഒരു മനസ്സ് കാണിച്ചു. പിന്നെ ചില വ്യക്തികൾ വന്നില്ല. അപ്പം ഞങ്ങൾ കൊണ്ടുവന്നു JCB വന്ന് ഞങ്ങളുടെ ഇവിടുത്തെ 19 വീട്ടുകാർ എല്ലാവരും കൂടി സഹകരിച്ച് JCB കൊണ്ടുവന്ന് ഞങ്ങൾ പൊളിച്ചു. തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മധ്യവയസ്കൻ മരിച്ചു. മാരാങ്കോട് പള്ളായി വീട്ടിൽ 50 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് മോനോടി കോടാലി റോഡിൽ വെച്ചായിരുന്നു അപകടം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. വെള്ളിക്കുളങ്ങര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരി GBHS ഗ്രൌണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനം തടയുന്ന കോൺഗ്രസിന്റെ നടപടിക്കെതിരായി ഗ്രൌണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഗ്രൌണ്ട് സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ AD അജി അധ്യക്ഷനായി. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് AK സതീഷ് കുമാർ, ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ തുളസി കണ്ണൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം MJ ബിനോയ്, മാധ്യമപ്രവർത്തകൻ അജീഷ് കർക്കിടകത്ത്, വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ MPTA പ്രസിഡന്റ് സജിനി ജിപ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന LDF സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായിക വകുപ്പിന്റെ ഫണ്ടും സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ ആസ്തി വികസന ഫണ്ടും സംയോജിപ്പിച്ചാണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് നവീകരണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. മണ്ണ് ലേലം ചെയ്യാൻ പാടില്ല, അത് അഴിമതിയാണ്. ഈ നിലയ്ക്കുള്ള ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും റെയിൽവേ അമിക്സ് കമ്മിറ്റി ചെയർമാൻ PK കൃഷ്ണദാസും കേന്ദ്ര സഹമന്ത്രി കൂടിയായ തൃശൂർ MPയും നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്ന് CPI ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി P മണി ആവശ്യപ്പെട്ടു. BJP സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഇരിങ്ങാലക്കുടയെന്ന് CPI കുറ്റപ്പെടുത്തി. നൂറുകണക്കിന് യാത്രക്കാർ നിരന്തരം ആശ്രയിക്കുന്ന ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും നിർത്തലാക്കിയ ട്രെയിനുകളുടെ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുന്നതിനും ബഹുജന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് CPI മണ്ഡലം സെക്രട്ടറി P മണി പറഞ്ഞു. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് ടർഫിന് സമീപം പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിഞ്ഞ് മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട വാഹനം പാതയോരത്ത് തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ പാലക്കാട് സ്വദേശി ശിവദാസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
മലയാള തനിമയുടെ അടയാളങ്ങളായിരുന്ന തൊപ്പിക്കുടയും ഓലക്കുടയും നിർമ്മിക്കുന്നവർ ഇന്ന് ചുരുക്കം. എന്നാൽ കടവല്ലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് കണിശത്ത് ഒറ്റപ്ലാക്കൽ സുബ്രഹ്മണ്യൻ പണിശാലയിൽ ഇപ്പോൾ ജോലി തിരക്കിലാണ്. പാരമ്പര്യത്തിന്റെ മികവ് ഒട്ടും ചോരാതെ നിർമ്മിക്കുന്ന പലതരം ഓലക്കുടകൾക്ക് ആവശ്യക്കാരേറെയാണ്. കുടപ്പനയുടെ ഓലയും ഈറ്റയുടെയും മുളയുടെയും കമ്പും ഉപയോഗിച്ചാണ് കുടകളുടെ നിർമ്മാണം. കുടപ്പന വിരളമായതിനാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് ഇവ കൊണ്ടുവരുന്നത്. നിലവിൽ പെരുമണ്ണൂരിൽ നിന്നാണ് എത്തിക്കുന്നത്. കൊരട്ടിക്കരയിലുള്ള കരകൗശല ഷോപ്പ് വഴിയാണ് വിപണനം നടത്തുന്നത്. വീട്ടിലെത്തിയും ആളുകൾ കുടകൾ വാങ്ങുന്നുണ്ട്. തൊപ്പിക്കുടയ്ക്ക് 500 രൂപയും ഓലക്കുടയ്ക്ക് മോഡൽ അനുസരിച്ച് 1000 രൂപ മുതൽ 1500 രൂപ വരെയുമാണ് വില. പനയോല കൊണ്ടും ഈറ്റ കൊണ്ടും ക്ഷേത്ര മാതൃകകൾ ഉണ്ടാക്കുന്നതിലും വിദഗ്ധനാണ് സുബ്രഹ്മണ്യൻ. ഈ സംഭവങ്ങളൊന്നും അന്യം നിന്ന് പോകരുത് എന്നുള്ളൊരു ധാരണ ഉണ്ട് മനസ്സിൽ. ഉപജീവിത മാർഗം മാത്രമല്ല, കലയാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ പല ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇത് അറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. അറിയാവുന്ന ആൾക്കാർ പണി നിർത്തിയ പിന്നെ ഇത് തീരെ കിട്ടാതാവില്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ഉദ്ദേശങ്ങളൊക്കെയാണ്. കൊരട്ടിക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കരകൗശല വിപണന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 30ഓളം പേർക്ക് കരകൗശല നിർമ്മാണ പരിശീലനം നൽകിയിരുന്നു. ഇതുവഴിയാണ് സുബ്രഹ്മണ്യനും ഇത്തരം വസ്തുക്കളുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടിയത്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നവർ നേരിടുന്ന പ്രതിസന്ധി. പനയോലയും ഈറ്റയും ലഭിക്കാത്ത സമയങ്ങൾ കൂലിപ്പണിക്ക് പോയാണ് സുബ്രഹ്മണ്യന്റെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. ഗുരുവായൂർ നഗരസഭയിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ശുചിത്വ സന്ദേശ പ്രചാരണ ക്യാമ്പയിന് സൈക്കിൾ റാലിയോടെ തുടക്കമായതായി ചെയർമാൻ M. കൃഷ്ണദാസ് അറിയിച്ചു. വീടുകൾ കയറിയുള്ള പ്രചാരണം, സെൽഫി പോയിന്റ്, KSRT ബസ് സ്റ്റാൻഡ് നവീകരണം, പെനാൽറ്റി ഷൂട്ടൌട്ട്, ഹരിതകർമ്മ സേനയുടെ ഫ്ലാഷ് മോബ്, മാരത്തൺ, കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് എന്നിവ വിവിധ ദിവസങ്ങളിൽ നടക്കും. ഒക്ടോബർ 1 വൈകിട്ട് നഗരസഭ ലക്ഷം ദീപങ്ങൾ തെളിയിക്കും. വീടുകളിലും സ്ഥാപനങ്ങളിലും ഓഫീസുകളിലുമെല്ലാം ദീപം തെളിയിക്കണം. ഒക്ടോബർ 2 വൈകിട്ട് 3 അംഗൻവാടികൾക്ക് ജൈവമാലിന്യ സംസ്കരണത്തിനായി ബയോബിൻ വിതരണവും തുടർന്ന് സ്വച്ഛതാ ഹി സേവ സമാപന സമ്മേളനവും നടക്കും. വൈസ് ചെയർപേഴ്സൺ എ. നീഷ്മ ഷനൂജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, AS മനോജ്, A. സായിനാഥൻ, നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാട്ടിക പഞ്ചായത്തിലെ ആശ്രയ കുടുംബങ്ങളുടെ ആശ്രയ കിറ്റിൽ അഴിമതി നടത്തിയ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് തൽസ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ലെന്നും പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ്. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പഞ്ചായത്ത് ഓഫീസ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ KA കബീർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P. വിനു തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് ഈ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 100-ൽ താഴെ ആളുകളാണ് പഞ്ചായത്തിന്റെയും നമ്മുടെ പ്രിയങ്കരനായ ലോകം ആരാധിക്കുന്ന വ്യവസായി എടത്തിരുത്തി കുട്ടമംഗലം പല്ല റോഡിലെ കൽവർട്ട് തകർന്നു. ടിപ്പർ ലോറി കടന്നുപോയതോടെയാണ് കൽവർട്ടിന്റെ ഒരു ഭാഗത്തെ സ്ലാബ് തകർന്ന് ഗർത്തം രൂപപ്പെട്ടത്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. തോടിനോട് ചേർന്നുള്ള കൽവർട്ടാണ് തകർന്നത്. വലിയ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. 50 വർഷത്തെ പ്രവാസത്തിനു ശേഷം സ്വന്തം വീട്ടുവളപ്പിൽ പരിമിതമായ സ്ഥലത്ത് ജൈവ കൃഷിയിൽ വിസ്മയം തീർക്കുകയാണ് മജീഷ്യൻ കൂടിയായ വാടാനപ്പള്ളി പട്ടിളങ്ങാടി രായമരിക്കാർ വീട്ടിൽ സൈനുദ്ദീൻ. സ്ഥലപരിമിതിയെ മറികടക്കാൻ ആധുനിക കൃഷിരീതികളിൽ പുത്തൻ പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. വെർട്ടിക്കൽ കൃഷിരീതിയും തുള്ളി നനയും തിരിനനയും മണ്ണില്ലാ കൃഷിയുമാണ് ഇവിടെ നടത്തുന്നത്. പച്ചക്കറികൾക്ക് പുറമെ വിവിധ പഴവർഗ്ഗങ്ങളും വിളയിച്ചെടുക്കുന്നുണ്ട്. എത്ര വിളവുണ്ടായാലും കൃഷി ചെയ്തുണ്ടാക്കിയതൊന്നും വിൽക്കാറില്ല. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയൽക്കാർക്കുമായി പങ്കിട്ടു കൊടുക്കുകയാണ് പതിവ്. മട്ടുപ്പാവിൽ കോവയ്ക്ക, പച്ചമുളക്, പയർ, കൈപ്പയ്ക്ക, തക്കാളി എന്നിവ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു 50 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് ഒരു കർഷകനാകാന്നുള്ളത്. സാധാരണക്കാർക്ക് ഈ സ്ഥലമോ മറ്റു കൃഷി ചെയ്യാനുള്ള ഇല്ലെങ്കിൽ തന്നെ അവർക്ക് കൃഷി ചെയ്തിട്ട് നല്ല ഭക്ഷണം കഴിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കുകയാണ്.
അല്പം പോലും വിഷം കലരാത്ത ശുദ്ധമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ കുറേ പ്രതിരോധശേഷിയുള്ളതാണ്. അതിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും, നമ്മൾക്ക് അസുഖങ്ങൾ വരാതിരിക്കും. നല്ല ഭക്ഷണം അറിഞ്ഞു കഴിക്കുക. വാടാനപ്പള്ളി കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ജ്യോതിബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ പൂർണ്ണ പിന്തുണയാണ് സൈനുദ്ദീന് നൽകുന്നത്. പേരക്കുട്ടികളായ സായിദ്, സയാൻ എന്നിവരാണ് കൃഷിപ്പണിക്ക് കൂട്ടായി സൈനുദ്ദീനൊപ്പമുള്ളത്. കർഷക സുഹൃത്തുക്കളായ പ്രസന്നൻ വയക്കാട്ടിൽ, RK സുബൈർ, അഷ്റഫ് എന്നിവർ കൃഷി അറിവുകൾ പങ്കുവച്ച് ഈ മാന്ത്രിക കർഷകനൊപ്പം ഉണ്ട്. വാടാനപ്പള്ളി പഞ്ചായത്തിലെ മികച്ച ഹൈടെക് കർഷകനായി സൈനുദ്ദീൻ ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മാജിക് പഠിച്ച് കലാരംഗത്തും ഇദ്ദേഹം കഴിവ് തെളിയിച്ചു. ഇതിനോടകം നിരവധി വേദികളിൽ മാജിക് അവതരിപ്പിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് കൃഷിയെ അടുത്തറിഞ്ഞ് അന്നം വിളയിച്ചെടുക്കുന്നതിലെ സൈനുദ്ദീന്റെ മാന്ത്രികതയാണ് ഏവരെയും വിസ്മയിപ്പിക്കുന്നത്. TCV ന്യൂസ്, അന്തിക്കാട്. എരുമപ്പെട്ടി പാത്രമംഗലം സെന്ററിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കേച്ചേരി ഭാഗത്തേക്ക് പോയിരുന്ന മറ്റൊരു ബൈക്കിന് മുന്നിൽ നായ ചാടിയതാണ് അപകടത്തിനിടയാക്കിയത്. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാക്ക് തർക്കത്തിനിടെ യുവാക്കൾ പരസ്പരം ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടവല്ലൂർ സ്വദേശി അമൽ, ചൊവ്വന്നൂർ സ്വദേശി സുജിത്ത്, ഇയാൾ സ്വദേശി ഹേമന്ത് എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് 3 പേരും തമ്മിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ 3 പേർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതികളുമായി സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. സംഭവസ്ഥലത്തു നിന്നും ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ച വടിവാളും കത്തിയും വടിയും പോലീസ് കണ്ടെടുത്തു. കേരള സ്റ്റേറ്റ് ബാർബേഴ്സ് ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ ബ്ലോക്ക് വാർഷിക സമ്മേളനവും ലേഡി ബ്യൂട്ടീഷ്യൻസ് 1ാം വാർഷിക സമ്മേളനവും വടക്കാഞ്ചേരിയിൽ നടന്നു. KSBA ജില്ലാ വൈസ് പ്രസിഡന്റ് TP സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. CC ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് VK ചന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് മിനി കണ്ണൻ, TV സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെൽകർഷകരിൽ പ്രതീക്ഷകളുടെ ആവേശം പകർന്ന് ഏനാമാവ് വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ നടീൽ ഉത്സവം നടന്നു. നാഷണൽ സീഡ് കോർപ്പറേഷന്റെ പക്കൽ നിന്നും ശേഖരിച്ച ഉമാവിത്താണ് കർഷകർക്കും നൽകിയിരുന്നത്. 310 ഏക്കർ വരുന്ന കോൾപ്പടവിൽ കർഷകർ കളകൾ നീക്കി ഉഴുത് നിലമൊരുക്കി ഉമാവിത്ത് ഉപയോഗിച്ച് നാറ്റടി തയ്യാറാക്കിയിരുന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. കോൾപ്പടവ് പ്രസിഡന്റ് TV ഹരിദാസൻ അധ്യക്ഷനായി. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, പടവ് കമ്മിറ്റി ഭാരവാഹികളായ ഹരി മഞ്ചറമ്പത്ത്, രവി അമ്പാട്ട്, ബിജോയ് പെരുമാട്ടിൽ, ഹാരിസ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. 60ഓളം വരുന്ന അതിഥി തൊഴിലാളികളാണ് നടീൽ നടത്തുന്നത്. 12 ദിവസം കൊണ്ട് നടീൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചേറ്റുവ പാലത്തിൽ മാസങ്ങളായി കത്താതെ കിടക്കുന്ന വൈദ്യുതി വിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. ചേറ്റുവ പാലത്തിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക, പാലത്തിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന നടപ്പാതയിലെ സ്ലാബ് മാറ്റിസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത്. വയനാടിനൊരു കൈത്താങ്ങുമായി ആർട്ടിസ്റ്റ് സുധി കൊടുങ്ങല്ലൂരിന്റെ ചിത്ര പ്രദർശനം നടന്നു. കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച ചിത്ര പ്രദർശനം നോവലിസ്റ്റ് TK ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരൻ N കലാധരൻ, ആർട്ടിസ്റ്റ് കുട്ടി കൊടുങ്ങല്ലൂർ, യഹിയ തളിക്കുളം, ഗിരീഷ് കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി, രാരംഗ് തിയേറ്റർ ഫോർ എഡ്യൂക്കേഷൻ എന്നിവ സംയുക്തമായാണ് ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത്. മെസ്സിയോടുള്ള ആരാധനയിൽ പന്ത് തട്ടി തുടങ്ങിയ ഗായത്രി 13ാം വയസ്സിൽ കേരളത്തിന്റെ താരമായി മാറി. സബ് ജൂനിയർ വിഭാഗം ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ ജേഴ്സി അണിഞ്ഞ് പ്രതിരോധം തീർത്തത് വടമ സ്വദേശിയായ 8ാം ക്ലാസ്സുകാരി ഗായത്രിയാണ്. ആലേക്കാട്ട് മഹേഷിന്റെയും സൗമ്യയുടെയും മകളായ ഗായത്രി ഔട്ടത്തൂർ LBSM സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കേരള പോലീസ് ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്ന മുൻ DYSP തോമസ് കാട്ടുകാരനാണ് പരിശീലകൻ. ഔട്ടത്തൂരിലെ സ്കൂളിൽ തോമസ് കാട്ടുകാരൻ പരിശീലകനായി ഉള്ളതിനാലാണ് ഗായത്രിയെ മാളയിൽ നിന്ന് മാറ്റിയത്. TV-യിൽ ഫുട്ബോൾ മത്സരങ്ങൾ കണ്ടാണ് ആകർഷണം തോന്നിയത്. രാവിലെയും വൈകിട്ടും
3 മണിക്കൂർ വീതമാണ് ക്രൈസ്റ്റ് കോളേജ് മൈതാനത്ത് പരിശീലനം. മധ്യപ്രദേശിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി ഞാൻ കളിച്ചിരുന്നു. കളി കണ്ട് ഇഷ്ടമായിട്ടാണ് ഞാൻ ഫുട്ബോളിലേക്ക് വന്നത്. ടിവിയിൽ കളി കാണാനായിട്ട് കൂടുതലും ഞാൻ ഗ്രൗണ്ടിൽ ടൂർണമെന്റുകളൊക്കെ കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടമായത്. ജില്ലയിൽ നിന്ന് 5 പേരാണ് കേരള ടീമിലുള്ളത്. KFAയുടെ നേതൃത്വത്തിലാണ് കേരള ടീം മധ്യപ്രദേശിൽ നടന്ന ദേശീയ മത്സരത്തിനിറങ്ങിയത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷനാണ് മത്സരം സംഘടിപ്പിച്ചത്. സെമി ഫൈനലിൽ ഒഡീഷയുമായുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടാണ് കേരളം മടങ്ങിയത്. TCV ന്യൂസ്, മാള. BMS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളങ്ങുന്നത്കാവ് ESI ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി. BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ESI ഹോസ്പിറ്റലുകളുടെ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കുക, EPF ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. BMS ജില്ലാ ട്രഷറർ വിപിൻ മംഗലം അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, സംസ്ഥാന സമിതി അംഗങ്ങളായ AC കൃഷ്ണൻ, KN വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. KPCC മെമ്പർ നിഖിൽ ദാമോദരന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 1000 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. മടക്കത്തറ പടിഞ്ഞാറെ വെള്ളാനിക്കര 11ാം വാർഡിൽ ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന അമ്മിണിയമ്മയുടെ കുടുംബത്തിന് കിറ്റ് വിതരണം ചെയ്ത് പദ്ധതിയുടെ തുടക്കം കുറിച്ചു. അധ്യാപകൻ സുകുമാരൻ, കോൺഗ്രസ് പ്രവർത്തകൻ നാരായണൻ എന്നിവർ ചേർന്ന് ഭക്ഷ്യക്കിറ്റ് വിതരണം നിർവഹിച്ചു. ചാലക്കുടി മൂതിരക്കണ്ണി SNDP LP സ്കൂളിന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പ്രൊഫസർ R. ബിന്ദു നിർവഹിച്ചു. ചാലക്കുടി SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PP പോളി, CV ആന്റണി, സ്കൂൾ മാനേജർ ഷാജി തട്ടാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ആധുനിക മുഖഛായയുള്ള പുതിയ നിർമ്മിതയേറെ ആഹ്ലാദം അനുഭവപ്പെടുന്ന ഒരാളാണ് ഞാൻ. കാരണം കുട്ടികളുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയുടെ ആദ്യഘട്ടമാണ് LP സ്കൂളിൽ നിർവഹിക്കപ്പെടുന്നത്. അഖില കേരള ഖുർആൻ പാരായണ മത്സരത്തിൽ 1ാം സ്ഥാനം നേടി ചിറമനേങ്ങാട് സ്വദേശിയായ ഹാഫിള് മുഹമ്മദ് സാബിത്ത്. ആലാപനത്തിന്റെ ശൈലിയും ഈണവും പിഴവില്ലാത്ത ഉച്ചാരണ മികവുമാണ് സാബിത്തിനെ 1ാം സ്ഥാനക്കാരനാക്കിയത്. കണ്ണൂർ മട്ടന്നൂർ നെല്ലുന്നി ഇസത്തുൽ ഇസ്ലാം മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഉസ്മാൻ ഹാജി മെമ്മോറിയൽ ഹോളി ഖുർആൻ മത്സരത്തിലാണ് 18-കാരനായ മുഹമ്മദ് സാബിത്ത് 1ാം സ്ഥാനം നേടിയത്. ഓൺലൈൻ സെലക്ഷനിൽ പങ്കെടുത്ത 500 പേരിൽ നിന്ന് തെരഞ്ഞെടുത്ത 60 പേരാണ് ഓഫ്ലൈനിൽ മത്സരിച്ചത്. ഇതിൽ 3 ഘട്ടങ്ങളിലായി നടന്ന മത്സരത്തിൽ നിന്നാണ് സാബിത്ത് 1ാം സ്ഥാനത്തിന് അർഹനായത്. 50,000 രൂപയും ഫലകവും ഖുർആൻ റൈഹാലുമാണ് സമ്മാനമായി ലഭിച്ചത്. لرأيته خاشعا متصدعا من خشية الله. മലപ്പുറം കോണോമ്പാറ മർക്കസുൽ ഉലമയിലെ ദർസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് സാബിത്ത് ചിറമനേങ്ങാട് നെല്ലിക്കുന്ന് മാളിയേക്കൽ നൌഷാദ് ഷെമീറ ദമ്പതികളുടെ 3 മക്കളിൽ 2ാമത്തെ മകനാണ്. പന്നിത്തടം കോൺകോട് സ്കൂളിൽ 3ാം ക്ലാസ്സിലും ചിറമനേങ്ങാട് ഹിക്മിയ മദ്രസയിൽ 4ാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ് ഖുർആൻ മനഃപ്പാഠമാക്കണമെന്ന ലക്ഷ്യത്തോടെ ആറ്റൂർ ദാറുൽ ഫലാഹ് ഇസ്ലാമിക് അക്കാദമിയിൽ ചേർന്നത്. ഹാഫിൽ ഷിഹാബുദ്ദീൻ റഹ്മാനിയുടെ ശിക്ഷണത്തിൽ 2 വർഷം കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കി. തുടർന്നാണ് മർക്കസുൽ ഉലമയിൽ ഉസ്താദ് ഷുഹൈബ് ഫൈസിയുടെ കീഴിൽ ദർസ് പഠനം നടത്തുന്നത്. ഇതോടൊപ്പം കോഴിക്കോട് ഇടിയാങ്ങര മർക്കസുൽ ഫാറൂഖിയിൽ അബ്ദുൾ റസാഖ് ഉസ്താദിന്റെ കീഴിൽ ഖുർആൻ ആന്തരിക പഠനവും നടത്തുന്നുണ്ട്. കടങ്ങോട് തലൈങ്ങാട്ടരി മഹലിലെ ആദ്യത്തെ ഹാഫിളുകളാണ് സഹോദരന്മാരായ മുഹമ്മദ് സാബിത്തും മുഹമ്മദ് സ്വാലിഹും. സംസ്ഥാനതല ഖുർആൻ പാരായണ മത്സരത്തിൽ മുഹമ്മദ് സ്വാലിഹും 2ാം സ്ഥാനം നേടിയിട്ടുണ്ട്. मौला मौला मौला
मौला मेरे मौला ഇസ്ലാമിക കലാലയമായ ജാമിയ നൂറിയ അറബിയയിൽ നടന്ന ദർസ് ഫെസ്റ്റുകളിൽ കലാപ്രതിഭ കൂടിയാണ് ഹാഫിൽ മുഹമ്മദ് സാബിത്ത്. SKSSF നെല്ലിക്കുന്ന് യൂണിറ്റ് ഭാരവാഹികളായ ഇരുവരും കുന്നംകുളം മേഖല ത്വലബ വിഭാഗം അംഗങ്ങൾ കൂടിയാണ്. TCV എരുമപ്പെട്ടി. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് ചാവക്കാട് നഗരസഭയിൽ തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പതാക ഉയർത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ് PS, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, നഗരസഭാ സെക്രട്ടറി MS ആകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടിലെ മുഴുവൻ ജനകീയ ക്യാമ്പയിനാണ് നമ്മൾ. ഞാൻ ജീവിക്കുന്ന സമൂഹം അങ്ങേയറ്റം നന്ദിയും കടപ്പാടും പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലോ നശിപ്പിക്കുന്ന ചാലക്കുടി പരിയാരം പഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനവും വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ സമർപ്പണവും മന്ത്രി പ്രൊഫസർ R. ബിന്ദു നിർവഹിച്ചു. പരിയാരം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഡെസിറ്റിൻ ഡേവിസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ ഡേവിസ്, ഷാജു ജോസഫ് മാടാന, പഞ്ചായത്ത് സെക്രട്ടറി സിജോ കരയടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തുകൾക്ക് ഭാരമേറിയ ഉത്തരവാദിത്തം 73-74 ഭരണഘടനാ ഒളരിക്കര ഗവൺമെന്റ് UP സ്കൂളിലെ സ്പോർട്സ് ഡേ മുൻ ദേശീയ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ ശ്രീലാൽ ശ്രീധർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് നീമ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ ഷാജു കുണ്ടോളി, പ്രധാനാധ്യാപിക ജാൻസി, ഫുട്ബോൾ കോച്ച് സാബു തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂർ പന്തല്ലൂരിൽ 18 വയസ്സുകാരിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കൽ വീട്ടിൽ അബൂബക്കറിന്റെ മകൾ 18 വയസ്സുള്ള റുക്കിയ ഫർഹത്തിനെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ കരുതലിനും നിപ്മറിലെ വികസന വേഗത്തിന് വേണ്ടിയും സർക്കാർ എന്നും ഒപ്പമുണ്ടാകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളോടനുബന്ധിച്ച് നിപ്മറിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സ്കേറ്റിംഗ് ട്രാക്ക്, ADHD ക്ലിനിക്, ഫീഡിംഗ് ഡിസോർഡർ ക്ലിനിക് എന്നീ പദ്ധതികളാണ് മന്ത്രി ചടങ്ങിൽ സമർപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായിരുന്നു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി പന്തൽ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. ഒക്ടോബർ 23, 24, 25 തീയതികളിലാണ് തിരുനാൾ. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7000 രൂപ, പവന് 56,000 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3327 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കയ്പമംഗലത്തെ യുവാവിനെ മർദ്ദിച്ചു കൊന്ന് ആംബുലൻസിൽ ഉപേക്ഷിച്ചു. കോയമ്പത്തൂർ സ്വദേശി അരുണാണ് കൊല്ലപ്പെട്ടത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിവാദങ്ങൾക്കിടെ പാവറട്ടി പെരിങ്ങാട് പ്രദേശത്ത് കണ്ടലുകൾ വെട്ടി നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. 20 അടിയിലേറെ ഉയരമുള്ള കണ്ടലുകളാണ് വെട്ടിയിട്ടുള്ളത്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം വീണ്ടും കാട്ടാനയെത്തി. മണിയൻ കിണറിൽ കാട്ടാന ചെരിഞ്ഞത് വൈദ്യുതാഘാതമേറ്റാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാതെ ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാത പൊളിച്ചു തുടങ്ങി. ആമ്പല്ലൂർ സെന്റർ മുതൽ വൻ ഗതാഗത കുരുക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.